വിദ്വേഷ പ്രസംഗം, സ്റ്റേറ്റ്മെന്റുകൾ, സന്ദേശങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ IPC 153A, 153B, 505 തുടങ്ങിയ സെക്ഷനുകൾ പ്രകാരം ഒരാൾ കുറ്റം ചെയ്താൽ 3 വർഷം വരെ തടവും, മതസ്ഥാപനങ്ങൾ ഉൾപ്പെട്ടിരുന്നാൽ 5 വർഷം വരെ തടവും കിട്ടുന്ന ശിക്ഷയാണ്. റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഒരാൾ കുറ്റം ചെയ്ത് അയാൾക്ക് പിഴ ഈടാക്കിയാൽ പോലും തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അടുത്തൊരു 6 വർഷത്തേക്ക് അദ്ദേഹം അയോഗ്യനാക്കപ്പെടും. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ പ്രതിവിധി അത് വേണ്ട വിധം ഉപയോഗിക്കുക. വിദ്വേഷ പ്രസംഗങ്ങളോ വിദ്വേഷ സ്റ്റേറ്റ്മെന്റുകളോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ അത് റെക്കോർഡ് ചെയ്യുകയോ സ്ക്രീൻഷോട്ടുകളായി പ്രിന്റ് ഔട്ട് എടുക്കുകയോ ഏതെങ്കിലും തരത്തിൽ തെളിവുകളായി സൂക്ഷിച്ച് ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും അദ്ദേഹം വേണ്ട രീതിയിലുള്ള നടപടി എടുക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയെ എഴുതി അറിയിക്കുകയും ചെയ്യാൻ മുന്നോട്ട് വരണം. നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഇത്രയധികം ലളിതവൽക്കരിച്ച സ്ഥിതിക്ക് നമുക്കും രാജ്യരക്ഷയ്ക്ക് മുന്നോട്ട് വരാം. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് മോശപ്പെട്ട ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, നല്ലവരായ ആളുകളുടെ മൗനം കൊണ്ടുകൂടിയാണ്. മറക്കരുത്.